കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. വായനശാലയുടെ കുത്തഴിഞ്ഞ പ്രവർത്തനത്തിനെതിരെ CPM പ്രതിഷേധം. ലൈബ്രറി കൃത്യസമയത്ത് തുറക്കുന്നില്ലെന്നും ജീവനക്കാരന്റെ അനാസ്ഥ വായനക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. വണ്ടൂർ പഞ്ചായത്തിന് കീഴിലുള്ള നീലാമ്പ്ര മരക്കാർ ഹാജി സ്മാരക സാംസ്കാരിക വായനശാലയിലാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചെത്തിയത്. വായനശാലയിൽ ആവശ്യത്തിന് പുസ്തകങ്ങളില്ലാത്തതും ജീവനക്കാരന്റെ അസാന്നിധ്യവും ചൂണ്ടിക്കാട്ടിയായിരുന്നു CPM പ്രതിഷേധം. മാസത്തിലൊരിക്കൽ മാത്രം വന്ന് ഹാജർ പുസ്തകത്തിൽ ഒരു മാസത്തെ മുഴുവൻ ഒപ്പിട്ട് മടങ്ങുകയാണ് ലൈബ്രറിയൻ ചെയ്യുന്നതെന്ന് CPM ഭാരവാഹികളും പഞ്ചായത്ത് അംഗങ്ങളും ആരോപിച്ചു. ലൈബ്രറിയന് പകരം മാസം 2000 രൂപ നൽകി മറ്റൊരാളെയാണ് വായനശാല തുറക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നതെന്ന് CPM നേതൃത്വം കുറ്റപ്പെടുത്തി. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിലെ നീലാമ്പ്ര മരക്കാർ ഹാജി സാംസ്കാരിക വായനശാല നടത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഒരു ഫുൾ ടൈമറായിട്ടുള്ള ഒരു ലൈബ്രറിയനെ ശമ്പളം കൊടുത്തു നിർത്തിയിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആശീർവാദത്തോടു കൂടി അദ്ദേഹം മാസത്തിലൊരിക്കൽ ഒരു മാസത്തെ മുഴുവൻ ഒപ്പിട്ട് പോരുകയും പഞ്ചായത്തിൽ നിൽക്കേണ്ട ലൈബ്രറിയൻ, ജോലി ചെയ്യേണ്ട ലൈബ്രറിയൻ മറ്റു പ്രവൃത്തികൾക്ക് വേണ്ടി പോവുകയും പഞ്ചായത്ത് തുറക്കുന്നതിന് വേണ്ടി മാസം 2000 രൂപ കൊടുത്ത് ഒരു ജീവനക്കാരനെ, അദ്ദേഹത്തിൻ്റെ ഒരു ആശ്രിതനെ നിയമിക്കുകയും ചെയ്തിരിക്കുകയാണ്. പഞ്ചായത്തിലെ പുതിയ ഭരണസമിതിയിലെ മെമ്പർമാർ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയ സമയത്ത് ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി നിരന്തരം വീക്ഷിക്കുകയാണ്. പഞ്ചായത്ത് ലൈബ്രറി തുറക്കും, പക്ഷെ ലൈബ്രറിയൻ ഉണ്ടാവില്ല, അറ്റൻഡൻസ് രജിസ്റ്ററിൽ ലൈബ്രറിയൻ ഒപ്പിടില്ല. ഇന്ന് സമയം 12 മണിയായി, ഇന്നും ലൈബ്രറിയൻ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ടില്ല. അയാൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ഹാജരായിട്ടില്ല. പക്ഷേ വായനശാല അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. ഇത് ഗവൺമെന്റിന്റെ പണം കൊള്ളയടിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടുകൂടി പഞ്ചായത്തിലെ ജീവനക്കാർ കൂട്ടുനിൽക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായിട്ട് CPIM മുന്നോട്ട് പോവും. പുതിയ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇടപെട്ടത്. കർശനമായി പഞ്ചായത്തിനകത്തും പുറത്തും നിയമ നടപടികൾ സ്വീകരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് പരാതി കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ബന്ധപ്പെട്ട ആളുകളെ സമാധാനം പറയേണ്ടി വരും. ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള വായനശാലയിൽ നിലവിൽ 4-5 പത്രങ്ങൾ മാത്രമാണുള്ളത്. ബാക്കിയുള്ള പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും എവിടെ പോയി എന്നതിൽ വ്യക്തതയില്ല. വിലപിടിപ്പുള്ള ഗ്രന്ഥങ്ങൾ അധികൃതർ മറിച്ച് വിറ്റുവെന്ന ഗൌരവകരമായ ആരോപണമാണ് ഉയരുന്നത്. വായനശാലയുടെ ആസ്തികൾ സംരക്ഷിക്കുന്നതിൽ ഭരണസമിതി പരാജയപ്പെട്ടുവെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. സമരത്തെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലത്തെത്തി വായനശാല സന്ദർശിച്ചു. ഇന്ന് വൈകുന്നേരത്തോടെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും ഇവർ പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറി ഈ സമരവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ലൈബ്രറിയിൽ വരികയും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇതിനൊരു തീരുമാനമുണ്ടാവുമെന്നും നടപടികൾ സ്വീകരിക്കുമെന്നും ഉറപ്പിന്റെ പേരിൽ മാത്രമാണ് ഇന്ന് ഈ സമരം താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിച്ചത്. ലൈബ്രറിക്കകത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന ലൈബ്രറിയാണിത്. എന്നാൽ നിങ്ങൾക്ക് അതിനകത്ത് കയറിയാൽ അറിയാം, 4-5 ഡെയിലി പത്രങ്ങളല്ലാതെ ബാക്കിയുള്ള അതിന്റെ മുഴുവൻ അസറ്റുകളും പുസ്തകങ്ങളും വിലപിടിപ്പുള്ള ഗ്രന്ഥങ്ങളുമെല്ലാം വിൽപ്പന നടത്തി മറിച്ച് വിറ്റു എന്നാണ് ഞങ്ങൾക്കിപ്പോ ഇവിടുന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചുള്ളത്. അതിനാവശ്യമായ നടപടി കൂടി എടുക്കാൻ
പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവേണ്ടി വരും. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് അനിൽ നിരവിൽ, സി ജയപ്രകാശ്, വി കെ അശോകൻ, അരിമ്പ്ര മോഹനൻ, ടി പി ഇബ്രാഹിം, പഞ്ചായത്ത് അംഗങ്ങളായ ടി ഉമ്മർകുട്ടി, ഹംസ, ഇ പി മുഹമ്മദ് കുഞ്ഞി, വേണുഗോപാൽ, അബ്ദുൾ ഗഫൂർ, ഡിവൈഎഫ്ഐ ഭാരവാഹികളായ പി രജീഷ്, കെ എം അജയ്, ടി പ്രവീൺ, വി സുഫിയാൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.